ഹലോ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതം ശരിക്കും നിങ്ങളാണോ നിയന്ത്രിക്കുന്നതെന്ന്? അതോ നിങ്ങൾ പോലും അറിയാതെ പണ്ട് കുട്ടിക്കാലത്ത് എഴുതിവെച്ചൊരു തിരക്കഥയനുസരിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നത്? അതെ, നമ്മുടെ തീരുമാനങ്ങളെയും ബന്ധങ്ങളെയുമൊക്കെ രഹസ്യമായി സ്വാധീനിക്കുന്ന ആ ഒരു അദൃശ്യമായ തിരക്കഥയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കിക്കേ, എപ്പോഴും ഒരേപോലുള്ള ബന്ധങ്ങളിൽ തന്നെ ചെന്നുപെടുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒരേ തെറ്റുകൾ ആവർത്തിക്കുക, ഒരേ രീതിയിലുള്ള പരാജയങ്ങളെ നേരിടുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഒരു പാറ്റേൺ പോലെ ആവർത്തിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അതിനൊരു കാരണമുണ്ട്. ഒരു സിനിമയുടേതുപോലെ നമ്മുടെ ജീവിതത്തിനും മുൻകൂട്ടി എഴുതിയ ഒരു തിരക്കഥയുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിശയം തോന്നാം, അല്ലേ? എന്നാൽ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നൊരു മനഃശാസ്ത്ര ശാഖ പറയുന്നത് ഇതാണ്: നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ജീവിതം നമ്മൾ അറിയാതെ തന്നെ അങ്ങനെയൊരു പ്ലാൻ പിന്തുടരുന്നുണ്ട്. ഇതിനെയാണ് മനഃശാസ്ത്രജ്ഞർ ലൈഫ് സ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത്, വളരെ ചെറുപ്പത്തിൽ ലോകത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാതിരുന്ന പ്രായത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ എഴുതിയ ഒരു കഥ. നമ്മുടെ ഓരോ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെയും, കരിയർ മുതൽ ബന്ധങ്ങൾ വരെ, ഈ സ്ക്രിപ്റ്റ് സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എവിടെ നിന്നാണ് ഈ തിരക്കഥ വരുന്നത്? എങ്ങനെയാണ് അത് നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗമായി മാറിയത്? ശരി, നമുക്ക് അതിന്റെ ഉറവിടമൊന്ന് തേടിപ്പോകാം. നമ്മുടെ ഓരോരുത്തരുടെയും ഈ ജീവിത തിരക്കഥയുടെ അടിത്തറയെന്ന് പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയ വിലക്കുകൾ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ വിശേഷണങ്ങൾ, പിന്നെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വയം എടുത്ത ചില തീരുമാനങ്ങൾ. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേതാണ് വിലക്കുകൾ. അതായത്, കുട്ടിക്കാലത്ത് നമ്മുടെ മാതാപിതാക്കളോ മുതിർന്നവരോ നമ്മളോട് അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ആൺകുട്ടികൾ കരയാൻ പാടില്ല, അധികം സംസാരിക്കരുത്, അങ്ങനെ ചെയ്യരുത്. ഇതൊക്കെ കേട്ട് വളരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു നിയമപുസ്തകം പോലെയാവും. മുതിർന്നു കഴിയുമ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ പഴയ വിലക്കുകൾ നമ്മളെ പിന്നോട്ട് വലിച്ചേക്കാം. അടുത്തതാണ് വിശേഷണങ്ങൾ. അതായത്, നമുക്ക് കിട്ടിയ ലേബലുകൾ. അത് നല്ലതുമാകാം, മോശവുമാകാം. നീ ഭയങ്കര മടിയനാണല്ലോ എന്ന് എപ്പോഴും കേൾക്കുന്ന കുട്ടി അത് വിശ്വസിക്കാൻ തുടങ്ങും. നീ മിടുക്കനാണ്, വലുതാകുമ്പോൾ വലിയ ആളാകും എന്ന് കേട്ട് വളരുമ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കാൻ ശ്രമിക്കും. പതിയെ പതിയെ നമ്മൾ ആ ലേബലുകൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. അപ്പോ ഈ കേട്ട വിലക്കുകളുടെയും വിശേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ ബുദ്ധിയിൽ നമ്മൾ ചില ശക്തമായ തീരുമാനങ്ങൾ എടുക്കും. അതൊരു പക്ഷേ ആ പ്രായത്തിൽ സ്വയം രക്ഷിക്കാനുള്ളൊരു മാർഗമായിരുന്നിരിക്കാം. ഉദാഹരണത്തിന്, എപ്പോഴും അവഗണന നേരിടുന്ന ഒരു കുട്ടി ഒരു പക്ഷേ ഇങ്ങനെ തീരുമാനിക്കാം: ശരി, ഞാനിനി ആരെയും സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ഇല്ല. ഈ തീരുമാനം മുതിർന്നു കഴിയുമ്പോഴും അയാളുടെ എല്ലാ ബന്ധങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ലേ? നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച ആവർത്തിക്കുന്ന തെറ്റുകളും ജീവിതത്തിലെ ആവർത്തിക്കുന്ന പാറ്റേണുകളും ഇല്ലേ? അവയുടെ എല്ലാം അടിസ്ഥാന കാരണം കുട്ടിക്കാലത്ത് നമ്മൾ അറിയാതെ രൂപപ്പെടുത്തിയ ഈ വിലക്കുകളും വിശേഷണങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനങ്ങളുമാണ്. ഇതുവരെ നമ്മൾ പ്രശ്നത്തെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചത്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇതിനൊരു പരിഹാരമുണ്ട്. നമുക്ക് ആ സാധ്യതകളിലേക്ക് കടക്കാം. ഇതാണ് ഇതിലെ ഏറ്റവും പ്രത്യാശ നൽകുന്നൊരു കാര്യം. ഈ തിരക്കഥ എഴുതിയത് വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അത് മാറ്റിയെഴുതാനുള്ള കഴിവും നമുക്ക് തന്നെയുണ്ട്. പഴയ തീരുമാനങ്ങളെ മാറ്റി പുതിയ, നമുക്ക് ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ് റീഡിസിഷൻ അഥവാ പുനർതീരുമാനം എന്ന് പറയുന്നത്. ഈ വ്യത്യാസം വളരെ പ്രധാനമാണ്. കുട്ടിക്കാലത്ത് നമുക്ക് പരിമിതമായ അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നമ്മളെടുത്ത തീരുമാനങ്ങൾ അതിജീവനത്തിനു വേണ്ടിയായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നത്തെ മുതിർന്നയാൾക്ക് കൂടുതൽ അറിവുണ്ട്, അനുഭവങ്ങളുണ്ട്. പഴയ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനും പുതിയത് തിരഞ്ഞെടുക്കാനുമുള്ള കഴിവുമുണ്ട്. ശരി, അപ്പോ ഈ മാറ്റത്തിന്റെ ആദ്യപടി എന്താണ്? നമ്മുടെ തിരക്കഥ മാറ്റിയെഴുതുന്ന ആ യാത്ര എങ്ങനെ തുടങ്ങാം? അതിനായിട്ട് ഇതാ ലളിതമായൊരു പരിശീലനം. നിങ്ങൾ ശാന്തമായി ഒരിടത്ത് പോയിരുന്ന് ഈ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്ന പാറ്റേണുകൾ ഏതൊക്കെയാണ്? കുട്ടിക്കാലത്ത് നിങ്ങളെക്കുറിച്ച് കേട്ട വാക്കുകൾ എന്തൊക്കെയായിരുന്നു? ആ പഴയ വാക്കുകൾ ഇന്നും നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള സത്യസന്ധമായ ഉത്തരം നിങ്ങളുടെ തിരക്കഥയിലെ പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയാനുള്ള ആദ്യത്തെ താക്കോലാണ്. അവസാനമായി ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു. നിങ്ങളുടെ ജീവിതമെന്ന സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തും നിങ്ങൾ തന്നെയാണ്. ആ പഴയ കഥ തിരുത്തി പുതിയതും
കൂടുതൽ ശോഭനവുമായൊരു ഭാവി എഴുതിച്ചേർക്കാനുള്ള അവസരം നിങ്ങളുടെ കൈകളിലാണ്. അപ്പോ നിങ്ങളുടെ തിരക്കഥ മാറ്റിയെഴുതാൻ നിങ്ങൾ തയ്യാറാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.